അധ്യാപകരുടെ മകളായതുകൊണ്ട് തന്നെ ഈ അധ്യാപകർ നമ്മളെ വളരെ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റ് ആയേ പറ്റൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടോടെയാണ് കാണുന്നത്. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു, ഞാൻ 10ാം ക്ലാസ് എത്തുമ്പോഴേക്കും ലോകം അവസാനിക്കണേ. എനിക്ക് ഹൃദയം തൊട്ടൊരു കവിതയാണ് മരിച്ചു പോയവളുടെ മുറിയിലേക്ക് എന്ന് പറയുന്നത്. നമ്മൾ വായിക്കുന്നത്, നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ പല സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ ദുഃഖങ്ങളിലേക്കാണ് കൂടുതൽ നോക്കുക. ആ വിഷമങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ എന്തെങ്കിലും എവിടെന്നെങ്കിലും ഒരു നുറുങ്ങുവട്ടം കിട്ടുമോ എന്നാണ് വായനയിലൂടെ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറ്. അതുലിൻ്റെ കവിതകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉപ്പിലെ മുത്തി എന്ന് പറയുന്ന ഒരു കവിത, അതുപോലെ തന്നെ ധനുഷ്കോടിയിലേക്ക്, രണ്ടും വ്യത്യസ്തമായ രണ്ട് കാഴ്ചപ്പാടുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ പോലും ധനുഷ്കോടിയിലെ കവിത തുടങ്ങുന്നതിൽ കുടഞ്ഞിട്ട കുപ്പിവള പൊട്ടുകൾക്കിടയിൽ നഖം കൊണ്ട് കോറിയിടുന്ന നദികൾക്കിടയിലൂടെ ഇത്തരത്തിലുള്ള ബിംബങ്ങൾ, എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഇപ്പം 4 പേരുടെ കവിതകളിലേക്കും വായിച്ച് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു നമ്മുടെ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയും, ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ, അത്തരത്തിലുള്ള ബിംബങ്ങൾ ഏറ്റവും കൂടുതൽ കടന്നു വരുന്നുണ്ട്. ഉപ്പിലമുത്തിയിലായാലും വിശ്വാസങ്ങളുടെയും മുത്തിയുടെ ഒരു കടന്നുകയറ്റവും ഒക്കെ കാണാൻ പറ്റും. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ പുതുക്കലല്ല തിരുത്തൽ, രണ്ടും എൻ്റെ കാഴ്ചപ്പാടിലൊന്നാണ്. പുതുക്കുക എന്ന് പറഞ്ഞാലും അത് തിരുത്തലുകൾ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഉപ്പിലമുത്തിയും ധനുഷ്കോടിയും എങ്ങനെയാണ് ഈ ഒരു വ്യത്യസ്തമായ അല്ലെങ്കിൽ ആ ഒരു പരമ്പരാഗതമായിട്ടുള്ള ബിംബങ്ങളിൽ നിന്നും വ്യത്യസ്തത കൊണ്ടുവന്ന കവിത എന്ന നിലയിലേക്ക് മുന്നോട്ട് വയ്ക്കുന്നത്? അതിൻ്റെ ഒരു രാഷ്ട്രീയം എന്താണ് ധനുഷ്കോടിയുടെ? ഞാൻ ഒരു കവിത എഴുതുമ്പോൾ ആ കവിത മുന്നേ എഴുതിയ കവിതയിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം വേണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. അതായത് ഒരേ പാറ്റേണിൽ എഴുതാൻ ശ്രമിക്കാത്ത, അതിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എഴുതുന്ന സമയത്ത് ഈ കവിതയിൽ പുതിയതായി അല്ലെങ്കിൽ ഞാൻ മുന്നേ എഴുതിയിരുന്നവയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒന്ന് ഭാഷയിലോ അതിൻ്റെ പ്രമേയത്തിലോ അതിൻ്റെ എഴുത്ത് രീതിയിൽ എന്തെങ്കിലും ഒന്ന് പുതുക്കമായിട്ട് കൊണ്ടുവരണമെന്ന ആഗ്രഹത്തിന് പുറത്താണ് ഈ ഉപ്പിലമുത്തിയിൽ നിന്നും ധനുഷ്കോടിയിലേക്ക് എത്തുമ്പോൾ ഈ സൂചിപ്പിച്ച ഈ മാറ്റം ഉണ്ടാവുന്നത്. ഒരു തരത്തിൽ അത് ചില അപൂർണതകളെ മറികടക്കൽ കൂടിയാണ്. ഇപ്പൊ കൽപ്പറ്റ നാരായണൻ കവിതയുടെ ജീവചരിത്രം എഴുതുമ്പോൾ അതിൽ പറയുന്നുണ്ട്, എല്ലാ അർത്ഥങ്ങൾക്കും വെവ്വേറെ പദങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ രൂപകങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല. ഒന്ന് മറ്റൊന്നിനെ പ്രതിനിധീകരിച്ചിരുന്നില്ല എങ്കിൽ പ്രതീകങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല. രൂപകങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഭാഷ ഉണ്ടാകുമായിരുന്നില്ല. ഈ ഭാഷ അപൂർണമല്ലായിരുന്നുവെങ്കിൽ കവിത ഉണ്ടാവുമായിരുന്നില്ല എന്നതാണ്. ഭാഷയുടെ അപൂർണതകളെ, മനുഷ്യന്റെ ജീവിതത്തിലെ അപൂർണതകളെ, ചരിത്രത്തിന്റെ, സംസ്കാരത്തിന്റെ ഇത്തരത്തിലുള്ള ഈ അപൂർണതകളെ മറികടക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് കവിത എന്ന് പറയുന്നത്. ഇപ്പൊ കണ്ണാടികളെ കുറിച്ച് പറഞ്ഞു വന്നതുകൊണ്ട് പുതുകവിതയിലെ കണ്ണാടികൾ എന്നതാണല്ലോ നമ്മുടെ വിഷയം. അതിൽ നിന്നുകൊണ്ട് സംസാരിച്ചാൽ പുതിയ കാലത്തെ പുതുകവിതകളുടെ ഒരു പ്രത്യേകത അത് ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു പ്രതിഫലനത്തെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഇറ്റാലിയൻ കവിയായിട്ടുള്ള ഇറ്റി മാരിനെറ്റ് ഈ ബ്രോക്കൻ പറയുന്ന ഒരു സങ്കല്പത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു മുഴുവൻ കണ്ണാടി നമ്മളെ ഗൃഹാതുരത്വത്തിലും അതുപോലെ ആത്മാഭിനിവേശത്തിലും എല്ലാം കുടുക്കി നിർത്തുമ്പോൾ ഒരു ബ്രോക്കൻ മിറർ, ഒരു പൊട്ടിയ മിറർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള, ഒന്നിലധികമായിട്ടുള്ള ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ചിന്ന ഭിന്നമായിട്ടുള്ള കാഴ്ചകളെ, പ്രതിഫലനങ്ങളെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇപ്പോൾ ഫ്രാഗ്മെന്റഡ് റിയാലിറ്റിയുടെ ഒരു കാലമാണ്. എന്നാൽ ഫ്രാഗ്മെന്റഡ് റിയാലിറ്റി എന്നത് കുറച്ചുകൂടി പുതിയ കാലത്തോട് ചേർന്ന് നിൽക്കുന്ന ഡിജിറ്റൽ സമൂഹമായിട്ട്, ഡിജിറ്റൽ ഏരിയയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് ഫ്രാഗ്മെന്റഡ് റിയാലിറ്റി. നമ്മുടെ ഇഷ്ടാനുസരണമുള്ള ശരികളെ, പോസ്റ്റ് ട്രൂത്ത് അല്ല, ഇഷ്ടാനുസരണമുള്ള ശരികളെ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ശരികളെ സൃഷ്ടിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഡിജിറ്റൽ യുഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഫ്രാഗ്മെന്റ്സിനെ പല തരത്തിലുള്ള ഒരേ കാഴ്ച അല്ലെങ്കിൽ ഒരേ ആശയത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രതിഫലനങ്ങളെ സൃഷ്ടിക്കാൻ പുതുകവിതയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് ഒരു പ്രത്യേകത. അതേസമയം തന്നെ ഈ പുതിയ കാലത്തെ സ്റ്റാറ്റസ് കവിതകളെയും സ്റ്റാറ്റസിലൂടെ വരുന്ന അത്തരത്തിലുള്ള പാരലലായിട്ട് പോകുന്ന ഒരു കവിതാ സംസ്കാരത്തെയും നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. അതിന് കൂടുതൽ ബന്ധം ഈ ദാവോയിസത്തിന്റെ ഒക്കെ ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് ആയിട്ട് പറയുന്ന സുഷാങ്സി, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്ന് എനിക്കറിയില്ല, ആ പുസ്തകത്തിൽ ദ പെർഫെക്റ്റ് മിറർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ദ പെർഫെക്റ്റ് മിറർ, അതായത് പ്രതിഫലനം ചെയ്യുന്ന വസ്തു അതിന് മുൻപോ പിൻപോ ഇല്ലാതെ കറയില്ലാത്ത ഒരു വസ്തുവായി ഈ കണ്ണാടി കാണപ്പെടുന്നു. അതിന് മുൻപ് അതിൽ പ്രതിഫലിച്ചതുമായിട്ട് അതിന് ബന്ധമില്ല, അതിനുശേഷം വരാൻ പോകുന്നതുമായിട്ടും ബന്ധമില്ല. നിശ്ചലമായൊരു നദി അതിന് മുകളിൽ പോകുന്ന പറവകളെ പ്രതിഫലിപ്പിക്കുന്നത് പോലെ, അതിനുശേഷം കടന്നു വരുന്ന മേഘങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് പോലെ ഒന്നിനോടൊന്നിനെ മാത്രം പ്രതിഫലിപ്പിച്ചുകൊണ്ട് അതിന് മുന്നോ ശേഷമോ ഉള്ള ബന്ധം പുലർത്താതെ നിലനിൽക്കുന്നു, കറ കളഞ്ഞ ഒരു വസ്തുവായി നിലനിൽക്കുന്നു എന്നതാണ്. അപ്പോൾ 24 മണിക്കൂറിന്റെ അല്ലെങ്കിൽ നിശ്ചിതമായിട്ടുള്ള ഒരു സമയത്തിനകത്ത് നിൽക്കുന്ന അത്തരത്തിൽ വിവരങ്ങൾ, ഇൻഫർമേഷൻ റിയാലിറ്റി നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു കാലത്ത് ഇത്തരത്തിലുള്ള
സ്റ്റാറ്റസ് കവിതകൾക്ക് ബന്ധം ഈ പറയുന്ന കറകളഞ്ഞ മിറർ കണ്ണാടി എന്ന ഇതുമായിട്ടാണ്. അതേസമയം ഫൂക്കോയുടെ ദ അൺസീൻ മിറർ എന്ന് പറയുന്ന ഒരു സങ്കല്പം പറയുന്നത് കണ്ണാടി എന്ന് പറയുന്നത് പ്രതിഫലിപ്പിക്കുക മാത്രമല്ല ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ്. അതായത് കേവലമായിട്ടുള്ള പ്രതിഫലനം എന്നതിലപ്പുറം അത് മറ്റെന്തിനെയോ ഉദ്ബോധിപ്പിക്കുകയും അതിനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ദാർശനികൻ എന്നത് സമൂഹം ഭയപ്പെടുന്ന കണ്ണാടിയായി മാറണം എന്നതാണ് ആ ഒരു കൺസെപ്റ്റിന്റെ സാരാംശം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കാണേണ്ടാത്തവയെ കാണിച്ചു കൊടുക്കുന്ന കണ്ണാടിയാണ് ഫൂക്കോ ഉദ്ദേശിക്കുന്ന ഈ കണ്ണാടി. അപ്പോൾ ഈ പ്രതിഫലനത്തെ 3 തരത്തിലെടുത്താൽ, 1 കണ്ണാടികൾ ചെയ്യുന്നത് എല്ലാവരും കാണുന്നത് കാണിക്കുന്നു, 2 ആരും കാണാത്തത് കാണിക്കുന്നു, 3 ആർക്കും കാണേണ്ടാത്തവയെ കാണിക്കുന്നു. ഇത് പൊളിറ്റിക്കലാണ്, ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാണ്. ആർക്കും കാണേണ്ടാത്തവയെ പ്രതിഫലിപ്പിക്കുന്ന, ആരും കാണാത്തവയെ പ്രതിഫലിപ്പിക്കുന്ന സംഗതി എന്ന് പറയുന്നത് പൊളിറ്റിക്കലാണ്. ഇത് പുതുകവിതയിലേക്ക് എത്തരത്തിൽ വരുന്നുണ്ട് എന്ന് നോക്കിയാൽ വളരെ ഉൾച്ചേർന്ന് കടന്നുകൊണ്ട് അതിൻ്റെ ഭാഷയിലും അതിൻ്റെ പ്രമേയത്തിലും ഇപ്പം പറഞ്ഞതുപോലെ ഗൃഹാതുരത്വത്തിൽ നിന്നും മറ്റൊരു പൊളിറ്റിക്സിനെ എങ്ങനെ ഉണ്ടാക്കാം, പാരമ്പര്യത്തിൽ നിന്നും മറ്റൊരു പൊളിറ്റിക്സിനെ എങ്ങനെ ഉണ്ടാക്കാം എന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ചിന്തകളാണ് പുതുകവിതയിൽ കൂടുതലായിട്ടും കടന്നു വരുന്നുണ്ട് എന്ന് കരുതുന്നു. അമൃതയിലേക്ക് വരികയാണ്. കവിതയ്ക്കൊരു ഭാഷ എന്നത് മാറിയിട്ട് ദൈനംദിന സംസാര ഭാഷ കൂടുതലായി ഇപ്പോൾ കവിതയിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ മാറ്റം എങ്ങനെയാണ് കാണുന്നത്? തൻ്റെ രചനയിൽ അത് സ്വാധീനിച്ചിട്ടുണ്ടോ? നമ്മുടെ ദൈനംദിന സംസാര ഭാഷകൾ നമ്മൾ വൈലോപ്പിള്ളിയുടെയോ അല്ലെങ്കിൽ ഇടശ്ശേരിയുടെയോ ഒക്കെ കവിതകൾ എടുത്ത് വായിക്കുന്നത് പോലെയല്ല നിങ്ങളുടെ പരസ്പരം എടുത്ത് വായിച്ചാൽ തന്നെ കാണാം. നിത്യം നമ്മൾ കാണുന്ന വാക്കുകൾ സംസാര ഭാഷയിലെ വാക്കുകളാണ്. അപ്പോൾ കവിത കുറച്ചും കൂടെ മൃദുത്വമുള്ളതും ലാളിത്യമുള്ളതുമായി മാറുന്നുണ്ടോ? എന്താണ് അത്തരത്തിലുള്ളൊരു ഭാഷ സ്വീകരിക്കുന്നതുകൊണ്ട്? അത് കവിതയെ കുറച്ചുകൂടി ജനകീയമാക്കുവാനുള്ള ഒരു ഉപാധിയായി ഞങ്ങൾ എല്ലാവരും ബോധപൂർവം ചെയ്യുന്ന ഒരു ടെക്നിക്കാണെന്നാണ് എൻ്റെ ഒരു എഴുത്തിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുക. കാരണം ഒരിക്കലും ഇപ്പോൾ വൈലോപ്പിള്ളി മാഷിൻ്റെ ഒരു കവിത, വൈലോപ്പിള്ളി പുരസ്കാരം കിട്ടിയ വേദിയിൽ ഞാൻ വേനൽക്കൊരുമഴ എന്ന് പറയുന്ന കവിതയുടെ കുറച്ച് ഭാഗം പാടിയ ഒരു വീഡിയോ എൻ്റെ പല സുഹൃത്തുക്കൾ അടങ്ങിയ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തപ്പോൾ അതിൽ പല വാക്കുകളും പലർക്കും അറിയില്ല. അതിൻ്റെ ഒരു സ്റ്റഡി ക്ലാസ് തന്നെ ഞാൻ എടുത്തു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം എൻ്റെ അച്ഛനും അമ്മ തുടങ്ങിയ ആ ഒരു തലമുറയിൽ പെട്ടവരോടുകൂടി പര്യായ പദങ്ങളും അങ്ങനെയുള്ള പദസമ്പത്തും ധാരാളമുള്ള ആളുകളുടെ ആ ഒരു കാലം എന്ന് പറയുന്നത് ഏകദേശം തീർന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പുതിയ കുട്ടികൾ ഇപ്പം ഞങ്ങളൊക്കെ പഠിച്ച ഒരു പാഠ്യപദ്ധതി അനുസരിച്ച് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ നിരാകരിച്ചുകൊണ്ട് കുറച്ചുകൂടി ഇപ്പം കായ് എന്ന് എഴുതിയാൽ തന്നെ കായ് ഒരു ആശയമാവുന്നു എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ഭാഷയെ ഞങ്ങൾ കൈകാര്യം ചെയ്തു വന്നതും. അപ്പോൾ നമ്മുടെ കവിത കൂടുതൽ വായിക്കപ്പെടണം എന്നുള്ളത് ഒരു ആവശ്യമാണ്. ഏറ്റവും ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, വായനക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ധർമ്മം കൂടി ഞങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് കൃത്യമായും അങ്ങനെയുള്ള വാക്കുകൾ ഞങ്ങളുടെ എഴുത്തിൽ അടയാളപ്പെടുത്തുന്നത്. കൂടാതെ അന്യം നിന്നു പോകുന്ന, എൻ്റെ കവിതയിൽ ഞാൻ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ അന്യം നിന്നു പോകുന്ന ചില മലയാള പദങ്ങൾ കൂടിയാണ്. അത് ONV മാഷിൻ്റെ ഒരു ലേഖനം പണ്ട് വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ പ്രാദേശിക പദങ്ങൾ നമുക്കില്ലാതാവുന്നതോടുകൂടി നമ്മുടെ ചില സാംസ്കാരിക ബിംബങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഒരിക്കലും കിട്ടാതെ പോകുന്ന അറിവുകളാണ് അതോടെ അന്യം നിന്നു പോകുന്നത് എന്നാണ്. അപ്പോൾ അങ്ങനെ ഈ കമത്തോട് എന്നുള്ള വാക്കൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കമത്തോട് എന്താണെന്ന് ചോദിച്ച് പലരും വന്നപ്പോൾ കമത്തോടിൻ്റെ ചിത്രം സഹിതം പോസ്റ്റ് ചെയ്ത് കമത്തോടിനെ കുറിച്ച് വിശദീകരണം കൊടുക്കാൻ വേണ്ടി കുരുപ്പുഴ മാഷ് അന്നെൻ്റെ കവിത വായിച്ച ശേഷം അദ്ദേഹം അതിന് നിർബന്ധിതനാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു ബോധപൂർവമായ ഒരു പ്രക്രിയ കൂടി അവിടെ നടത്തുമ്പോൾ തന്നെ ഭാഷയെ കുറെ കൂടി ജനകീയമാക്കുമ്പോൾ ഈ ഒരു കാര്യമാണ് ഞങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ചെയ്യുന്നത്. പുതുകവിതയിലെ കണ്ണാടികൾ എന്ന വിഷയത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും അവരുടെ ചിന്തകളും ഒക്കെ ഇവിടെ അവതരിപ്പിച്ചു. ഞാൻ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട്, അതായത് ഓവർ പേഴ്സണലൈസേഷൻ, അമിതമായ വ്യക്തിപരത ഒരു പ്രശ്നമാവും എന്ന് തോന്നുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇവിടെ വെച്ചുകൊണ്ട് ഓഡിയൻസിലേക്ക് മൈക്ക് കൈമാറുകയാണ്. നിങ്ങളുടെ സമയമാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ. കാരണം എല്ലാവരും ഇടപെടണം എന്ന് മാത്രം പറയാണ്. എല്ലാവർക്കും നമസ്കാരം. അതുലിൻ്റെ മനോഹരമായ കവിതയായിരുന്നല്ലോ തോറ്റവർ ജയിച്ചവരെ കളിയാക്കരുത്. ഒരു 3ാം ക്ലാസ്സുകാരൻ ഉത്തരപേപ്പറിൽ എഴുതിയ, അതായത് ഒരു കളി നിയമം എഴുതാൻ പറഞ്ഞപ്പോൾ എഴുതിയ ഒരു നിയമമായിരുന്നു. ശരിക്കും ആ 3ാം ക്ലാസ്സുകാരൻ എഴുതിയ ആ നിയമം തന്നെ ഒരു കവിതയായിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു അതിനകത്ത് മുന്നിലും പിന്നിലും വരികൾ എഴുതി ചേർക്കുകയായിരുന്നു എന്ന് എനിക്ക് തോന്നിയത്. വളരെ മനോഹരമായ ഒരു കവിതയായിരുന്നു. ആ കവിതേൻ്റെ ഒരു തുടർച്ചയോ അതിനുള്ള ഒരു മറുപടിയോ ആയിരുന്നു ശരിക്കും
ഡോക്ടർ ആതിരയുടെ നേരത്തെ പരാമർശിച്ച തോറ്റവർ ജീവിക്കുമ്പോൾ എന്നുള്ള കവിത. ആ കോയിൻസിഡൻസ് എപ്പോഴെങ്കിലും നിങ്ങൾ രണ്ടുപേരിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. രണ്ടും മനോഹരമായ കവിതകളായിരുന്നു. തോറ്റവർക്ക് എല്ലാ കാലത്തും മുന്നോട്ട് പോകാൻ പ്രേരണ നൽകുന്ന രണ്ട് കവിതകളായിരുന്നു. അതുപോലെ ആദിയോടൊരു ചോദ്യമുള്ളത്, വളരെ വ്യത്യസ്തമായ തനത് വഴിയിലൂടെ എഴുത്തുകളായാലും മൊത്തത്തിൽ ജീവിതമായാലും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. പക്ഷേ ഇന്നത്തെ കേരളത്തിന്റെ സമൂഹത്തിന് ആദിയെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആദി അത് എങ്ങനെയാണ് കാണുന്നത്? ഇന്നത്തെ സമൂഹം ആയതുകൊണ്ട് ആദിയെ ആ രൂപത്തിൽ സ്വീകരിക്കാൻ വേണ്ടി കേരളത്തിന് സാധിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അമൃതയോടും കൂടി ഒരു ചോദ്യമുണ്ട്. അമൃത കവിത പോലെ തന്നെ അമൃതയുടെ പെയിന്റിങ്ങുകളും അധികം മനോഹരമാണ്. പക്ഷെ അമൃത ഈ നാട്ടും പുറം വിട്ട് വീടും പരിസരവും ആ പുഴയും തോടും കടന്ന് പുതിയ പുറത്തേക്ക് വരുന്നില്ലേ എന്ന് പലപ്പോഴും കവിതകൾ വായിക്കുമ്പോൾ തോന്നുന്നുണ്ട്. സ്വന്തമായിട്ട് ആലോചിച്ചിട്ടുണ്ടോ? അതിലേച്ചാണ് ആദ്യം ആ കവിത എഴുതുന്നത്. ഞാനിപ്പോൾ ഈ കവിതയെ പറ്റി സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ കാര്യം ജസ്റ്റ് ആലോചിച്ചതേ ഉള്ളൂ. പക്ഷെ എഴുതുന്ന സമയത്ത് ഈ രണ്ട് കവിതകൾ, ഈ കവിത എഴുത്ത് വേളയിൽ ഓർമ്മയിൽ കടന്നു വന്നിട്ടില്ല. പക്ഷെ ജയിച്ചവർ തോറ്റവരെ കളിയാക്കുക എന്ന് പറയുന്ന ഞാൻ എഴുതിയ കവിത കുറച്ചുകൂടി ഡയറക്റ്റ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കവിതയാണ്. ഈ പറയുന്ന അഹാൻ അനൂപ് എന്ന വിദ്യാർത്ഥിയുടെ കവിത പോലെ മനോഹരമായിട്ടുള്ള ആ ഒരു നിയമത്തിൽ നിന്ന് ഈ പറഞ്ഞത് യഥാർത്ഥമാണ്. അതിനു മുൻപും ശേഷവും ഈ ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങളെ ഇന്ത്യയിലും ലോകത്തിലുമായി സംഭവിച്ചിട്ടുള്ള പല രാഷ്ട്രീയ സംഭവങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു വാചകത്തെ എത്തരത്തിൽ കുറച്ചുകൂടി മാറ്റിമറിച്ച് കുറച്ചുകൂടി നന്നായി എത്തരത്തിൽ അതിനെ ഒരു കവിതയിലേക്ക് ഉപയോഗിക്കാമെന്ന് ശ്രമിച്ചതിൻ്റെ ഭാഗമായിരുന്നു അത് കവിത എന്നുള്ള നിലയിൽ എനിക്ക് പരിപൂർണ്ണ സംതൃപ്തി തന്നൊരു കവിതയും അല്ല എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. കാരണം ഒരുപാട് നാൾ അത് വെച്ചുകൊണ്ടിരിക്കാതെ ആ ഒരു സമയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ അഹാനൂപിന്റെ സംഭവം ഉണ്ടായതിനു ശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എഴുതി പൂർത്തിയാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഒരു കവിതയാണത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ഉദ്ദേശ ലക്ഷ്യം നടക്കണമെങ്കിൽ അത് ആ സമയത്ത് തന്നെ വരണം എന്നുള്ളത് കൊണ്ട് മാത്രമാണത്. അതുകൊണ്ട് എഴുതിയ കവിതകളിൽ എനിക്ക് സംതൃപ്തി തന്നൊരു കവിത അല്ല അത് എന്നുകൂടി കൂട്ടത്തിൽ സൂചിപ്പിച്ചു വയ്ക്കുന്നു. അതിൽ പറഞ്ഞതുപോലെ തോറ്റുപോയർ ജീവിക്കുമ്പോൾ ഞാൻ 2020 എഴുതിയ കവിതയാണ്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തോറ്റുപോകുന്നത് ജീവിതത്തിലുടനീളം ഏതൊക്കെ തലമുറകൾ മാറി മാറി വന്നാലും അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കവിതയാണ്. അതുകൊണ്ട് അത് കാലാതിവർത്തിയായി അതിപ്പോൾ ഞാൻ എഴുതിയാലും അതിലെഴുതിയാലും മറ്റാരെഴുതിയാലും അതിങ്ങനെ വായിക്കപ്പെടും അല്ലെങ്കിൽ നിലനിന്ന് പോകുന്നുള്ളതൊരു സത്യമാണ്. ആ രീതിയിലാണ് ആ കവിതകൾ തമ്മിലുള്ള ബന്ധം വരുന്നത്. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ മൈക്ക് കൈമാറാം. ഇപ്പം മഞ്ജു ചേച്ചി അവസാനിപ്പിച്ചത് വ്യക്തിപരത ആർക്ക് പ്രശ്നമാവുന്നുണ്ടോ എന്നാണ്, നമുക്കാണോ വായനക്കാർക്കാണോ? ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. കാരണം ഞാൻ എന്ന് എഴുതുമ്പോൾ വായിക്കുന്നത് നമ്മൾ എന്നാണ്. ഞാൻ എൻ്റെ അനുഭവത്തെക്കുറിച്ച് എഴുതുമ്പോൾ അതൊരിക്കലും എഴുതി കഴിഞ്ഞാൽ അത് എൻ്റേത് മാത്രം ആവുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് നമ്മുടെ ഒക്കെ കവിതകൾ വായിക്കപ്പെടുന്നത്. അത് എഴുതി കഴിഞ്ഞാൽ അത് നമ്മുടെ എല്ലാവരുടെയും ആവുന്നത്, എല്ലാവരുടെയും അനുഭവങ്ങളാവുന്നത് കൊണ്ട് കൂടിയാണ്. അതിപ്പം എത്ര ഹസ്വം ഈ പൂവിൻ മണം, എത്രമേൽ തീവ്രം ഈ മീൻമണം എന്ന് എഴുതുമ്പോൾ അത് കേവലമായ ഒരു സ്നേഹത്തെയോ ഒരു പ്രണയത്തെയോ മാത്രമല്ല, അനശ്വരമായ ഒരു സ്നേഹത്തെ നിലനിർത്തി പോകുന്ന മണം. അത് കേവലമായ നശ്വര പൂവിൻ്റെ മണമായി മാത്രം മാറാതെ നമ്മൾ എത്ര കഴുകി മാറ്റിയാലും, എത്ര സോപ്പിട്ട് എത്ര മണമുള്ള ലോഷൻ ഉപയോഗിച്ച് കഴുകിയാലും മാറാതെ നിലനിൽക്കുന്ന ഒരു മീൻമണമായിട്ട് ഈ ലോകം മുഴുവൻ അനശ്വരമായ സ്നേഹമായിട്ട് നിലനിൽക്കണം ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സാംസ്കാരികപരമായിട്ടുള്ള നമ്മുടെ എല്ലാതുമായ ഒരു സ്നേഹമായിട്ടൊന്ന് മാറുകയാണ്. ആ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് ഏറ്റവും ചെറിയൊരു കാര്യത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ പോലും അത് വായിക്കുമ്പോൾ അത് എല്ലാ മനുഷ്യരുടേതും ഈ സമൂഹത്തിൻ്റെതും എല്ലാവരുടെയും കൂടിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പുതുകവിതകൾ ഒരിക്കലും അവനവനിലേക്ക് അല്ലെങ്കിൽ അവരവരിലേക്ക് മാത്രമായി ഒതുങ്ങാതെ അത് ഏറ്റവും ചെറുതിൽ നിന്ന് തുടങ്ങി ഏറ്റവും വിശാലമായ ഒന്നിലേക്ക് അതിൻ്റെ ക്യാൻവാസ് മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്ക് തോന്നുന്നു കേരളം മാറി, സമൂഹം മാറി എന്നൊക്കെ പറയുമ്പം അത് യാഥാർത്ഥ്യമായിട്ട് നിൽക്കുമ്പോൾ ഈ മാറ്റത്തിനെ നമ്മൾ ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഞാൻ അതിനെ സമൂഹം നമ്മൾ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ആ അംഗീകാരം അതിനെ കേവലം ഒരു ഉദാരതയുടെ തലത്തിലല്ല മനസ്സിലാക്കുന്നത്. മറിച്ച് കുറേ മനുഷ്യർ ഈ കഴിഞ്ഞ 10-20 വർഷം ചെയ്ത പണിയുടെ, അവർ ചെയ്ത സമരങ്ങളുടെ, മുദ്രാവാക്യം വിളികളുടെ ഒക്കെ ഭാഗമായിട്ടും രക്തസാക്ഷിത്വത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പദവിയിൽ ഇരിക്കുന്നത്. 2014 വരെയും 18 വരെയൊക്കെ നമ്മൾ കുറ്റവാളികളായിട്ടാണ് ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരുന്നത്. അതിന് ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടായത് കുറേ മനുഷ്യർ പണിയെടുത്തതുകൊണ്ടാണ്. അല്ലാതെ സമൂഹം പൊടുന്നതിനെ
എണീറ്റ് ബോധോദയം ഉണ്ടായിട്ട് ഈ മനുഷ്യരായിട്ട് അംഗീകരിച്ച് കളയാം എന്ന് തോന്നിയത് കൊണ്ടൊന്നല്ല. അപ്പം അതുകൊണ്ട് തന്നെ സാമൂഹിക മാറ്റത്തിനെ വളരെ പ്രതീക്ഷയോടെയും ഈ മനുഷ്യർ ചെയ്ത അധ്വാനത്തിൻ്റെയും പേരിലാണ് ഞാൻ വിലമതിക്കുന്നത്. അല്ലാതെ കേവലം അതിനൊരു സാമൂഹിക ഉദാരതയുടെ തലത്തിലേ അല്ല അംഗീകരിക്കുന്നതെന്ന് ആണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കവിതകളിൽ പല കവിതകളും ഇപ്പം പ്രകൃതി മാത്രമല്ലാതെ വരുന്ന വിഷയങ്ങളായി വരുന്ന പല കവിതകളും ഉണ്ട്. യുദ്ധാനന്തരം, ചിതാകാശത്തിലെ വെളുത്ത പറവുകൾ, സ്ഥിതി, കരിയർ ഗൈഡൻസ്, അങ്ങനെ തുടങ്ങി കുറേ കവിതകൾ എനിക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ എന്തുകൊണ്ടോ ആളുകൾ കൂടുതലും ശ്രദ്ധിക്കുന്നത്, അവർ കൂടുതലും ഹൃദയത്തിലേക്ക് ഏറ്റുന്നത് ഞാൻ മുന്നോട്ടേക്ക് വെക്കുന്ന, ഞാൻ എഴുതി ചേർക്കുന്ന പ്രകൃതി ബിംബങ്ങൾ നിറയെ ഉള്ള കവിതകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ അറിയാതെ തന്നെ എൻ്റെ കവിതകളിൽ പലപ്പോഴും പാരിസ്ഥിതിക ബിംബങ്ങൾ കടന്നു വരുന്നുണ്ട്. അതെൻ്റെ ഒരു പരിസ്ഥിതി ദർശനം കൂടിയാണ്. ഞാൻ മുന്നോട്ടേക്ക് വെക്കുന്ന പാരിസ്ഥിതികമായിട്ടുള്ളൊരു സമദർശനത്തിൻ്റെ ആശയം കൂടിയാണ്. കാരണം പ്രകൃതിയും മനുഷ്യനും ഒരിക്കലും വ്യത്യസ്തരല്ല, അത് രണ്ടും ഇഴചേർന്ന് തന്നെ നിൽക്കുന്നതാണ്. പ്രകൃതിയില്ലെങ്കിൽ നമ്മളില്ല എന്നുള്ള ഒരു മുദ്രാവാക്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതം ഇത്രവരെയും ജീവിച്ചതും ഇനി അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങുന്നതും. അതുകൊണ്ട് തന്നെ ഞാൻ ബോധപൂർവം പ്രകൃതി ബിംബങ്ങളെ കവിതയിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഒരു സൗന്ദര്യാത്മകതയായി ഞാൻ സ്വയം വിലയിരുത്താറുണ്ട്. കൂടാതെ മറ്റു പലരും അത് അങ്ങനെ ഉദ്ഘോഷിച്ചിട്ടുമുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി വളരെ എളിമയോടുകൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. പുതുകവിതയിലെ കണ്ണാടികൾ എന്ന് പറയുന്ന തലക്കെട്ട് പോലെ തന്നെ ഇനി അങ്ങോട്ടും സാമൂഹ്യ, രാഷ്ട്രീയ, വ്യക്തിപരമായിട്ടും എല്ലാം തന്നെ പലതരത്തിലുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ഇവരുടെ എഴുത്തുകളിൽ പ്രതിഫലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൈരളി ഇന്റർനാഷണൽ കൾച്ചർ ഫെസ്റ്റിൽ ഇങ്ങനെ ഒരു അവസരം തന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നന്ദി, സ്നേഹം.